വർഷങ്ങളുടെ ഗ്യാപ്പിനിടയിൽ സംഭവിക്കുന്ന ഒരു കൂട്ടം കൊലപാതകങ്ങൾ അതന്വേഷിക്കാൻ വരുന്നത് FBI ഓഫീസറായ ലീ ഹാർക്കർ. സോഷ്യൽ ആങ്സൈറ്റിയുള്ള എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു ഇൻറ്റ്യൂഷനുള്ള സ്ത്രീയാണ് ഹാർക്കർ. മാത്രമല്ല ഈ ഇവൻസുമായി അവരുടെ ആ ഒരു ഇൻറ്റ്യൂഷനെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു വലിയ ഫാക്ടറുമുണ്ട്. ഈ നടന്ന കൊലപാതകങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും അച്ഛൻ ബാക്കിയുള്ളവരെ കൊന്നതിന് ശേഷം സ്വയം സൂയിസൈഡ് ചെയ്യുന്നു. ഈ എല്ലാ മർഡർ സീനിൽ നിന്നും ഒരു ലെറ്ററും അതിൽ ചില കോഡുകളും അത് എഴുതിയ ആളുടെ പേരും കിട്ടുന്നു. ലോങ് ലെഗ്സ്. ആരാണ് ഈ ക്രൈം സീനുകളിൽ പോലും വരാത്ത ആ കില്ലർ? എന്ത് കാരണം കൊണ്ട് ഈ മർഡേഴ്സ് നടക്കുന്നു? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റാത്ത ഒരു ഫോഴ്സ് അതിന് പിന്നിലുണ്ടോ? അതാണ് സൂപ്പർ നാച്ചുറൽ എലമെന്റും സൈക്കോളജിക്കൽ ഹൊററിന്റെയും ഒരു ബ്ലെൻഡായ ലോങ് ലെഗ്സ് എന്ന സിനിമ പറയുന്നത്. വിഷ്വലി വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിനിമയാണ് ലോങ് ലെഗ്സ്. ഒരു നോൺ ലീനിയർ നറേറ്റീവിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ആസ്പെക്ട് റേഷ്യോയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലാഷ് ബാക്കിലെ ചില ഇവന്റ്സ് കാണിക്കുമ്പോൾ വൈഡ് ആംഗിൾ ഷോട്ട്സിലാണെങ്കിലും അവയൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ക്ലസ്ട്രോഫോബിക് അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ട്രാപ്പായി നിൽക്കുന്ന പോലെ തോന്നും. കാരണം ഈ 4:3 ആസ്പെക്ട് റേഷ്യോ ആണ്. ഇതൊരു സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. സോ ജംസ്കേഴ്സോ അല്ലെങ്കിൽ അത്തരം ഗിമ്മിക്കുകളോ ഒന്നും ഡയറക്ടർ ഓസ് ബർക്കിൻസും സിനിമാറ്റോഗ്രാഫർ ആൻഡ്രീസ് അറോച്ചിയും ഫോക്കസ് ചെയ്തിട്ടില്ല. മറിച്ച് ഒരു ഫ്രെയിമിൽ തന്നെ നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്തുകൊണ്ട് പേടിപ്പിക്കുന്ന ഒരു ഫോക്കസ് പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കുകയാണ്. ജംസ്കേഴ്സ് ഇല്ലാതെ എത്രമാത്രം വെറൈറ്റിയിൽ ഹൊറർ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം എന്നതിന്റെ എക്സാമ്പിളാണത്. ലോങ് ലെഗ്സ് എന്ന കില്ലറായി വരുന്നത് നിക്കോളാസ് കേജ് ആണ്. ഈ സിനിമയുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായി ഒരിക്കൽ പോലും പുള്ളിയുടെ ആ ലുക്ക് പുറത്തുവിട്ടിരുന്നില്ല. ഇത്രയും അറിയപ്പെടുന്ന ഒരു ആക്ടറായിട്ട് പോലും സിനിമയിൽ വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമേ പ്രോപ്പറായി പുള്ളിയെ കാണിച്ചിട്ടുള്ളൂ. അത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ശരിക്കും നമുക്കും ഒരു ഇറിറ്റേഷനും പേടിയും തോന്നുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ ഫ്രെയിമിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ. ഗംഭീര നടനാണ്. കുറച്ചാൾ ഫീൽഡിൽ ആക്റ്റീവ് അല്ലായിരുന്നെങ്കിലും പിന്നീട് തിരിച്ചു വന്നപ്പോൾ ചെയ്ത റോളുകൾ മികച്ചത് തന്നെയായിരുന്നു. ഈ സിനിമയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനു മുമ്പ് ഇറങ്ങിയ ഡ്രീം സിനാരിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് ഭീകരത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക മെൻറോ അഭിനയിക്കുന്ന ലീ ഹാർക്കർ എന്ന ക്യാരക്ടർ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയിലെ പോലെ ഒരു സ്ഥിരം ക്ലീഷയായ ട്രാജിക് ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ലെവൽ അല്ല എന്ന് മാത്രം. ആ ഒരു ഫ്ലാഷ് ബാക്ക് കൺവിൻസിംഗ് ആയിട്ട് കഥയിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോഡിയാക് സിനിമയുടെ ആ ഒരു റെഫറൻസ് ആണ് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പടത്തിന്റെ ഒരു നെഗറ്റീവായി തോന്നിയത് ഈ സിനിമയുടെ ഒരു ഫൈനൽ ആക്ടാണ്. അതായത് ലാസ്റ്റ് 10 മിനിറ്റ്സ്. ആ ഒരു ട്രാക്കിലാണ് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ തന്നെ നല്ല ഫ്ലോയിൽ പോകുന്നുണ്ടായിരുന്നു. സിനിമയുടെ ഡ്യൂറേഷനും അല്പം കൂടുതലായിട്ട് തോന്നി. കുറച്ചുകൂടെ ഫാസ്റ്റായി ടൈറ്റ് ആയിട്ട് ഫിലിം എടുത്തിരുന്നെങ്കിൽ ഒരു 10-15 മിനിറ്റ്സ് കുറയ്ക്കായിരുന്നു. പക്ഷേ ഇത് ട്രൂ ഡിറ്റക്റ്റീവ് പോലൊരു സീരീസ് ഫോർമാറ്റിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിൽ പോകായിരുന്നു. എസ്പെഷ്യലി മൈക്ക മെൻറോയുടെ ആ ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടറും അവരുടെ ഒരു സൈക്കോളജിയിലേക്കും കുറച്ചുകൂടെ ഇറങ്ങിച്ചെല്ലായിരുന്നു. ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ ഇത് സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് നമ്മൾക്ക് ഫീൽ ചെയ്തേക്കാം. ബട്ട് അത് കാണുന്നവരുടെ ബിലീഫും പെർസ്പെക്റ്റീവും പോലിരിക്കും. സോ ഓവറോൾ പറഞ്ഞാൽ വിഷ്വലി വളരെ കാറ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് ലോങ് ലെഗ്സ്. ട്രൂ ഡിറ്റക്റ്റീവ് പോലെയോ അല്ലെങ്കിൽ ഡേവിഡ് ഫിഞ്ചറിന്റെ മൈൻഡ് ഹണ്ടർ അല്ലെങ്കിൽ സോഡിയാക്ക് പോലെയൊക്കെ ഒരു സ്ലോ ബേൺ ഇൻവെസ്റ്റിഗേറ്റീവ് ഡ്രാമ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ നിങ്ങൾക്ക് കണ്ടുപോകാം. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ലോങ് ലെഗ്സ്. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.